യുവനടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. രഞ്ജിത്തിനെ സബ് ജയിലിലേക്ക് മാറ്റി. ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന നടിയുടെ പരാതിയിലാണ് രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇടുക്കി എസ്.പിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴയിൽ വെച്ചാണ് ഇന്നലെ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ഈ കേസ് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിച്ചത്. കാരണം രഞ്ജിത്ത് എന്നത് വലിയ സ്വാധീനമുള്ള ഒരു സംവിധായകനാണ്, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലൊക്കെ നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രഞ്ജിത്തിനെതിരെ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് അന്വേഷിച്ചത് കൊണ്ടാണല്ലോ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനും ജയിലിലേക്ക് മാറ്റാനും ഒക്കെ പറ്റിയത്. ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ഗൗതം, പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അതീവ ഗൗരവസ്വഭാവമുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ജനുവരി 30-ാം തീയതിയാണ് നടിക്കെതിരെ ലൈംഗികപരമായിട്ടുള്ള അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ജനുവരി 30-ാം തീയതി കാരവാനിൽ വെച്ച് രഞ്ജിത്ത് യുവനടിയോട് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ, അതായത് അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കടന്നതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ മുൻപ് 2 കേസുകൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നു, സമാനമായിട്ടുള്ള 2 കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ 2 കേസുകളും ലൈംഗികാതിക്രമം തന്നെയായിരുന്നു, പീഡനശ്രമം തന്നെയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ജാമ്യം നൽകിയാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ജാമ്യാപേക്ഷ ഇന്ന് തന്നെ നൽകി, ഇന്ന് തന്നെ അത് വാദം കേൾക്കാനായിട്ടുള്ള ആവശ്യം അഭിഭാഷകൻ ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ റിമാൻഡിലാണ് രഞ്ജിത്ത്. 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. അതിനിടയിൽ തന്നെ ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആരോഗ്യ കാരണങ്ങളായിരിക്കും രഞ്ജിത്തിന് അഭിഭാഷകൻ ഉന്നയിക്കുക. കാരണം കരൾമാറ്റ ശസ്ത്രക്രിയ അടക്കം നടത്തിയിട്ടുണ്ട്, പിന്നെ നട്ടെല്ലിന് ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അതുമാത്രമല്ല പരാതി നൽകാനായിട്ടുള്ള കാലതാമസം ഇതും വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും ജാമ്യാപേക്ഷയിൽ വാദം ഉന്നയിക്കുകയെന്നാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. ഇന്ന് സബ് ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത്, അതായത് 9 മണിയോടുകൂടിയാണ് എറണാകുളം സബ് ജയിലിലേക്ക് സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് സംഘം കൊണ്ടുവന്നത്. ആ സമയത്ത് രഞ്ജിത്ത് പറഞ്ഞത് കള്ളക്കേസാണ്, അത് തെളിയുമെന്നുള്ള 2 വാചകങ്ങളായിരുന്നു രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 30-ാം തീയതി ഫോർട്ട് കൊച്ചിയിലെ ഈ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഈ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. കാരവാനിൽ വെച്ച യുവനടിയെ കയറി പിടിച്ചു. പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഏകദേശം 1 മാസത്തോളം ഈ പെൺകുട്ടി കൗൺസിലിങ്ങിനടക്കം വിധേയായിരുന്നു, ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ചില അടുത്ത ബന്ധുക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ വിഷയം സംസാരിക്കുകയും പിന്നീട് DGPക്കും അതോടൊപ്പം തന്നെ SIT സംഘത്തിനും പരാതി നൽകുകയുമായിരുന്നു. ഉടൻ തന്നെ പോലീസ് SIT സംഘം അത് കൊച്ചി DCPക്ക് പരാതി കൈമാറിക്കൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ 30-ാം തീയതി കേസെടുത്തു. അതിനിടയിൽ തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായിട്ട് ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി മുട്ടം ഭാഗത്ത് വെച്ചിട്ട് തൊടുപുഴയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ട് രേഷ്മ, എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൊടുപുഴയിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തെ റിമാൻഡിലേക്ക് അയച്ചിരിക്കുകയാണ്. കാരവാനിനകത്ത് വെച്ച് നടിയോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നത്. ഇതേ തുടർന്നാണ് രഞ്ജിത്തിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്.